നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ സമ്മേളനം പുരോഗമിക്കുകയാണ്. വാഗ്വാദങ്ങൾ ഒക്കെ നടക്കുകയാണ്. ഈ UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഏറ്റവും നിർണായകമായി പറഞ്ഞ ഒരു വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നത്. വലിയ പ്രതീക്ഷയാണ് ഈ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ ഉണ്ടായത്. പക്ഷേ ബജറ്റ് വന്നപ്പോൾ അതിൽ യാതൊരു പരാമർശവും ഇല്ലാതെ പോയത് വലിയ നിരാശയാണ് പലർക്കും സമ്മാനിച്ചത്. എന്തായാലും എന്താണ് ഈ കാര്യത്തിലുള്ള തുടർ നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. വിഷൻ 2031 എന്ന പേരിൽ ഈ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി 1291 ഇന ലക്ഷ്യങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുക എന്നതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 ആക്കി ഉയർത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എത്രയും വേഗം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിലുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഭാഗമല്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷമൊക്കെ അതിരൂക്ഷമായി വിമർശിച്ചതാണ് ഈ ക്ഷേമ പെൻഷൻ 2000 നിന്ന് 3000 രൂപയാക്കും, പക്ഷെ ബജറ്റിൽ ഒന്നും പരാമർശിച്ചിരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള ചോദ്യമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തിന് കൂടിയുള്ള മറുപടിയായി ഇത് മാറുകയാണ്. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. മുടങ്ങാതെ പെൻഷൻ നൽകാൻ എല്ലാ നടപടിയും സ്വീകരിക്കും. ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കും. അർഹരായ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അനർഹരായവർ പട്ടികയിലുണ്ട്. ഇത് പരിശോധിക്കും. ശേഷം അർഹരായവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും പ്രവർത്തിക്കുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും വിശദമായ ചർച്ച ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുന്നുണ്ടെന്നും 25 ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ ഭാഗമല്ല. കഴിഞ്ഞ സർക്കാർ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോസ് ഏഞ്ചൽസിലുള്ളയാൾ ഈ മാസം പെൻഷൻ വന്നില്ലെന്ന് പറഞ്ഞതായി ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മകൻ വിദേശത്തുള്ളത് കൊണ്ട് അമ്മയ്ക്ക് പെൻഷൻ അയോഗ്യത പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. അർഹരായവർക്ക് കിട്ടാതെ പോകരുതെന്നേ കരുതുന്നുള്ളൂ എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. എന്തായാലും ഇത്തരത്തിലൊരു പരാമർശം പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരണം അവസാനിച്ചിരിക്കുന്നു. വിവിധ മേഖലകളെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി VD സതീശൻ നടത്തി. പക്ഷേ പൊതുജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല പദ്ധതികളും ബജറ്റിന് പുറത്തായതെന്നത് വലിയ വിഷമമായിരുന്നു. ക്ഷേമ പെൻഷൻ തുക ഉയർത്തൽ, സ്ത്രീ സുരക്ഷാ പെൻഷന് ഭാവി തുടങ്ങിയ പെൻഷൻ പദ്ധതികളുടെ കാര്യം VD സതീശൻ ബജറ്റിൽ പരാമർശിക്കാതെ പോയത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ പെൻഷൻ കാത്തിരിക്കുന്നവർക്കുണ്ടായത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതേസമയം DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യം, അതിന് മുഖ്യമന്ത്രി VD സതീശൻ പൊട്ടിത്തെറിച്ചാണ് മറുപടി നൽകിയത്. ഈ കുടിശ്ശികയൊക്കെ ആരാണ് കൂട്ടിയത്? ഇത്തരത്തിൽ വളരെ രോക്ഷാകുലനായിട്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്ന് നടത്തിയ, അതായത് ബഡ്ജറ്റ് ദിവസം നടത്തിയ ആ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? DA കുടിശ്ശിക. സമയത്ത് DA കൊടുക്കാതെ DA കുടിശ്ശിക 19%, DA കുടിശ്ശിക വരുത്തിയിട്ട് അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തില്ല, ഞങ്ങൾ കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റില് അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാരെ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക പറ്റിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല.
ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്രായിരം കോടി രൂപയാണ് ജീവനക്കാർക്ക് കൊടുക്കേണ്ട പൈസ വേറെ കാര്യത്തിന് ചെലവാക്കി. എന്നിട്ട് ഇത്രയും കടം വരുത്തി വെച്ചിട്ട് 87,000 കോടിയുടെ കടവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരുത്തി വെച്ച് 5,07,000 കോടിയുടെ കടം വേറെ വരുത്തി വെച്ചിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ് DA കുടിശ്ശിക കൊടുക്കണത്. കുടിശ്ശിക ഉണ്ടാക്കിയ ആൾ ആ ചോദിക്കാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. In a place like Kerala, where traditionally, there is a huge opposition which will not allow them to do it. You need to get funds and revenue to the state the first 2 years of your government. How do you think it is possible? It's number two. You have also announced a senior welfare separate department. Only 10 crores. The stadium is getting 50 crores. Now, Perambur, the furniture part is getting more than 10 crores. So, where is you are setting up a completely new department? Why would it? I will tell you. We need money. We need money. For getting money to fill the exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So, we are going to bring new economic models. There should be best financial management. There should be measures to prevent the leakage from the treasury. There should be a restructure in the entire tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer and there will be a equitable distribution of wealth, definitely. Then you asked only senior citizens department. For the initial expense, we have allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government's exchequer, by involving various agencies, many NGOs. We are planning for various projects. Local self-governments also will participate. We will start daycare centers. We will start the geriatric care and the health. Geriatric care is not going to start by the senior citizens department. It is by the health department. Geriatric care units in medical colleges, every places, and to make them constructive. We have many projects. We will bring it. Furniture park is a new idea. That's a corridor. There is a scope, new designs, new furnitures. Then we have to create, the government will facilitate to start new markets.